السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا. സ്നേഹധരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമുള്ള ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുഖാമുഖ പരിപാടിയിലാണ് നാം ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളക്കരക്കോ മലയാളികൾക്കോ ഈ നാട്ടുകാർക്കോ ആദർശ രംഗത്ത് അപരിചിതമല്ല എന്നാണ് നാം വിശ്വസിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിൽ അധിഷ്ഠിതമായി കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മുഖാമുഖങ്ങളും ഇതിനകം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഏറെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നമ്മിൽ പലരും മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിന്റെ ജീവൻ നശിപ്പിക്കുന്ന മഹാമാരിയെ സംബന്ധിച്ചാണ് ഇന്ന് നാം മുഖ്യമായും സംസാരിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തിയത് ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും ഗൗരവപ്പെട്ട പാതകം അത് ശിർക്കാകുന്നു, ശിർക്ക് വലിയ ഗുരുതരമായ അക്രമമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. ഇസ്ലാമിന്റെ ഏറ്റവും മുഖ്യമായ ചർച്ച ഏതാണ് എന്നും ഇസ്ലാം ഏറ്റവും ഗൗരവത്തോടുകൂടി കാണുന്ന പ്രശ്നം ഏതാണ് എന്നും വിശുദ്ധ ഖുർആനാകുന്ന ഇസ്ലാമിന്റെ പ്രമാണം, ആ പ്രമാണത്തെ പഠിപ്പിക്കാനും വിശദീകരിക്കാനും കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും പരിശോധിച്ചാൽ നിസംശയം നമുക്ക് ബോധ്യപ്പെടുന്നത് ഇസ്ലാമിലെ ഏറ്റവും മുഖ്യമായ വിഷയം അത് തൗഹീദാണ്. ഇസ്ലാം ഏറ്റവും ഗൗരവകരമായ
അപകടവും പാപവുമായി കാണുന്നത് ശിർക്ക് എന്ന അറബിയിൽ പറയപ്പെട്ടിട്ടുള്ള പാപമാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മുഴുവൻ പ്രവാചകന്മാരും ലോകത്ത് കാലങ്ങളായി കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞ ഏറ്റവും മുഖ്യമായ, ഏറ്റവും ഒന്നാമതായ കാര്യം അത് തൗഹീദിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ശിർക്കിനെതിരെയുള്ള പ്രബോധനമാണ്. പ്രവാചകന്മാർ ധാരാളം ലോകത്ത് കടന്നു വന്നു എന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആ പ്രവാചകന്മാർ കടന്നു വന്നത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കാണ്. അവർ കടന്നു വന്ന അഭിസംബോധന ചെയ്ത സമൂഹത്തിൽ ശിർക്കും ശിർക്കല്ലാത്തതുമായ ധാരാളം തിന്മകൾ ഉണ്ടായിരുന്നു. കച്ചവട രംഗത്തും സാമ്പത്തിക രംഗത്തും തട്ടിപ്പ് കാണിച്ചവരും, അതുപോലെ സ്വവർഗരതി പോലെയുള്ള ഏറ്റവും മോശമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരും, മറ്റനേകം പാപങ്ങൾക്ക് അടിമപ്പെട്ടവരും എല്ലാം സമൂഹങ്ങളിൽ ധാരാളം ഉണ്ടായിട്ടുകൂടി അവയെല്ലാം അതിൻ്റെതായ വിഷയങ്ങളിൽ പ്രവാചകന്മാർ അഭിസംബോധന ചെയ്തപ്പോഴും ആ പ്രവാചകന്മാരെല്ലാം ആ കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുന്നേ തന്റെ സമുദായത്തോട് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം അതിപ്പറഞ്ഞ തൗഹീദിനെ സംബന്ധിച്ചാണ്. അവർ ആ സമുദായത്തെ വിലക്കിയിട്ടുള്ള വിവിധ പാപങ്ങളിൽ ഒന്നാമത്തത് അത് നേരത്തെ സൂചിപ്പിച്ച ശിർക്കിനെ സംബന്ധിച്ചാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അത് പല ശൈലികളിൽ സൂചിപ്പിക്കുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂൽ, നബിയെ താങ്കൾക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിന് നാം വഹി കൊടുത്തിട്ടല്ലാതെ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാൻ മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളത്, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വഹി കൊടുക്കാത്ത ഒരു പ്രവാചകനെയും നിനക്ക് മുമ്പ് റസൂലെ ഞാൻ അയച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പുള്ള സകല പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അഥവാ പ്രബോധനത്തിന്റെ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ചൊല്ലുന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു അവന് മാത്രമാണ് സകല അധികാരവും രാജാധിപത്യവും, വലഹുൽ ഹംദു അവന് മാത്രമാണ് സകല സ്തുതികളും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന ദിക്റാണ്, എന്ന ആശയമാണ്, എന്ന വാചകമാണ് ഞാനും എന്റെ മുമ്പ് കടന്നു വന്നിട്ടുള്ള സകല പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമുദായത്തിലേക്കും ഞാൻ റസൂലുമാരെ അയച്ചിട്ടുണ്ട്, എല്ലാ സമുദായത്തിലേക്കും ഞാൻ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പ്രബോധനം ചെയ്യാൻ, വജ്തനിബ് തൗഹൂത്ത്, തൗഹൂത്തിനെ വെടിയണം. തൗഹൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ, നബിമാർ, മഹാന്മാർ, അങ്ങനെ തുടങ്ങി അല്ലാഹുവിന് പുറമെ, നബിമാർക്ക് പുറമെ, അല്ലാഹുവിന് പുറമെ ശരീഅത്തിൽ ഇസ്ലാമിന് വിരുദ്ധമായി കൊണ്ട് ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന, ആളുകൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുർമൂർത്തികളെയും വെടിയണമെന്നും എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നും പറയാൻ ലോകത്ത് എല്ലാ സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഈ ആയത്തിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലുമാർ എവിടെയാണ് വന്നത്? മനുഷ്യന്മാർ താമസിക്കുന്ന സകല സ്ഥലങ്ങളിലും അവർ വന്നിട്ടുണ്ട്. മനുഷ്യന്മാർ താമസിക്കുന്ന അങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളായി, വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിലേക്ക് പ്രവാചകന്മാര് കടന്നു വന്നപ്പോ ഒരു സമുദായത്തിലേക്ക് തന്നെ ഒന്നിലധികം പ്രവാചകന്മാർ വന്ന ചരിത്രമില്ലേ? ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത നാടുകളിൽ ഒരേ സമയം പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകാർക്കുള്ള പ്രവാചകനായി ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ വഹയി സ്വീകരിച്ച് പ്രബോധനം നടത്തുമ്പോ മൂസാ നബിക്ക് സഹായിയായിക്കൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അതാ മറ്റൊരു പ്രവാചകനായ, അതുവരെ തനിക്ക് പരിചയമില്ലാത്ത, തൗഹീദിന്റെ ശബ്ദം വിളിച്ചോതുന്ന മറ്റൊരു പ്രവാചകനായ ഖദിർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോയ ചരിത്രം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നില്ലേ? ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രവാചകന്മാർ പ്രബോധനം നടത്തുന്നു. ഒരേ സമയത്ത് തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം പ്രവാചകന്മാർ പ്രബോധനം നടത്തുന്നു. ഇവരെല്ലാം ആ സമുദായത്തിനോട് സംസാരിച്ചിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളിൽ ഏറ്റവും മുഖ്യമായ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അത് തൗഹീദിനെ സംബന്ധിച്ചാണ്. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നത്. അവർ വിലക്കിയിട്ടുള്ള ഏറ്റവും ഗൗരവപ്പെട്ട പാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ്. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രവാചകന്മാർ ഒന്നാമതായി തൗഹീദിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് വ്യത്യസ്ത പാപങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലും ഈ പ്രവാചകന്മാർ ശിർക്കിനെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി ഉണർത്തിയിട്ടുള്ളത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൗഹീദാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പോലും നിലനിൽപ്പ്. തൗഹീദാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ നിദാനം. തൗഹീദാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അല്ലാഹു ആത്മീയമായ കാരണമായി നിശ്ചയിച്ചിട്ടുള്ളത്. ലോകത്ത് തൗഹീദ് എന്ന് അവസാനിക്കുന്നുവോ, ലോകത്ത് തൗഹീദ് എന്ന് ഇല്ലാതെയാകുന്നുവോ, അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കില്ലേ? അല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലിയുദീകഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അവർ ചെയ്യുന്ന ആ പാപങ്ങളുടെ ചില കാര്യങ്ങൾ, ചില അവസ്ഥകൾ അല്ലാഹു അവരെ ശിക്ഷകളായി അനുഭവിപ്പിക്കുന്നതാണ്. അവര് മാറി ചിന്തിച്ചേക്കാമല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലു കാന അക്തറുഹും മുശ്രികീൻ. അതേ നബിയേ, താങ്കൾ പറയണം, നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ ലോകത്ത് നിങ്ങൾ സഞ്ചരിച്ചിട്ട് ശിക്ഷ വന്നിറങ്ങിയ സമുദായത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാന അക്തറുഹും മുശ്രികീൻ. അവരിൽ അധിക പേരും ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. ലോകത്ത് ദുരന്തങ്ങൾ വന്നിട്ടുള്ളത്, ലോകത്ത് പ്രളയങ്ങൾ വന്നിട്ടുള്ളത്, ലോകത്ത് വലിയ വലിയ അപകടങ്ങൾ വന്നിട്ടുള്ളത് അത് ആത്മീയമായ പോരായ്മ കൊണ്ടാണ്, ആത്മീയതയുടെ രംഗത്തുള്ള മോശത്തരം കൊണ്ടാണ്. എന്താണ് ആ മോശമെന്നോ? അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഏറ്റവും വലിയ പാതകം സമൂഹത്തിൽ വന്നപ്പോ, അത് പെരുകിയപ്പോ പ്രകൃതി പ്രതികരിച്ചിട്ടുണ്ട്. പ്രകൃതിയെ കൊണ്ട് അല്ലാഹു പ്രതികരിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് അപകടങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ലോകത്ത് അല്ലാഹ് എന്ന് പറയാൻ പോലും ആളില്ലാത്ത ഒരു അവസ്ഥ വരുന്ന സന്ദർഭമെത്തിയാൽ പിന്നെ ലോകത്തിന് നിലനിൽപ്പില്ല, പിന്നെ ഖിയാമത്ത് നാളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാം അറിയിക്കുന്നത് തൗഹീദിന്റെ പ്രാധാന്യമാണ്.
അതുപോലെ ശിർക്കിന്റെ ഗൗരവമാണ്. ആ ശിർക്കിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ, അല്ലാഹുവല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവല്ലാത്തവനോട് സഹായം തേടുന്ന, അല്ലാഹുവല്ലാത്തവന് നേർച്ച നേരുന്ന, അല്ലാഹുവല്ലാത്തവന് ഇബാദത്തുകൾ തിരിച്ചുവിടുന്ന ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് പുറമെയുള്ള പാപങ്ങൾ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ദല്ല ദലാലൻ ബഈദാ. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ അവൻ വ്യക്തമായ അതിവിദൂരമായ വഴികേടിലാണ് ചെന്നെത്തിയിട്ടുള്ളത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വീണ്ടും സൂചിപ്പിച്ചല്ലോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അവൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ. അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ. ശിർക്കാകുന്ന അക്രമം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് അല്ലാഹുവിന്റെ പുറമെ രക്ഷിക്കാൻ സഹായികളെ അവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടില്ലേ? അല്ലാഹു വീണ്ടും പറഞ്ഞല്ലോ, വമൻ യുശ്രിക് ബില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ. അവൻ ആകാശത്തിൽ നിന്ന് വീഴുന്നവനെ പോലെയാണ്. അങ്ങനെ ശിർക്കിന്റെ അപകടങ്ങൾ, ശിർക്കിന്റെ ഗൗരവം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് താൻ പ്രബോധനം ചെയ്തിരുന്ന സമൂഹത്തിന് ഓതിക്കൊടുക്കുന്നു. ആരോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയിട്ടുള്ളത്? മക്കയിലുള്ള ആളുകളോട് റസൂലുള്ള പ്രബോധനം നടത്തി. മക്കയിലുള്ള അറബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രബോധനം നടത്തിയ ജനവിഭാഗമാണ്. മദീനയിലുള്ള ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയിട്ടുണ്ട്. ആ സമുദായങ്ങളിൽ ശിർക്ക് എന്ന പാപം കണ്ടപ്പോ ആ ശിർക്കിനെതിരെ ധാരാളം ആയത്തുകൾ അല്ലാഹു അവതരിപ്പിക്കുന്നു. ശിർക്കിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അല്ലാഹു അവതരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിക്കൊടുക്കുന്നു. ആ ഓത്ത് കേട്ട് മനസ്സിളകിയവർ, മാറണമെന്ന് ബോധ്യപ്പെട്ടവർ ആ ശിർക്ക് വെടിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ പിന്നിൽ അണിചേരുന്നു. അവരെയാണല്ലോ സഹാബികൾ എന്ന് നാം പറയുന്നത്. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ വിലമതിക്കാതെ അവഗണിച്ചവർ മുശ്രിക്കുകളായി തുടരുന്നു. പലരും ആ ശിർക്കിനായി കൊണ്ട് മരിച്ചു പോകുന്നു. പലരും ആ ശിർക്കിനായി കൊണ്ട് കൊല്ലപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മക്ക മുശ്രിക്കിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ജൂതന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട്, നസറാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശിർക്കിനെതിരെ വലിയ ഗൗരവത്തോടുകൂടി അല്ലാഹു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ സമുദായത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ആ സമുദായത്തിൽ ശിർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവരിലാണോ ആദ്യമായി ശിർക്ക് സംഭവിച്ചിട്ടുള്ളത്? ശിർക്കിന്റെ ചരിത്രം എവിടെയാണ് ആരംഭിക്കുന്നത്? പണ്ഡിതന്മാർ സൂചിപ്പിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ശിർക്കിന്റെ ചരിത്രം നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് ശിർക്ക് ആരംഭിക്കുന്നതെന്നോ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, കാനന്നാസു ഉമ്മതൻ വാഹിദ. ജനങ്ങളൊക്കെ ഒരൊറ്റ സമുദായമായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ ഭിന്നിച്ചു പോയി. ജനങ്ങളെല്ലാം ഒരൊറ്റ സമുദായം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ പ്രവാചകർ. അദ്ദേഹത്തിന് അല്ലാഹുവിങ്കിൽ നിന്ന് വഹയുണ്ടായിരുന്നു. അതല്ലേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ ആദ്യ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം ആദ്യം സംസാരിച്ചത്, തന്റെ മക്കളെ പഠിപ്പിച്ചത്, തന്റെ കുടുംബത്തെ പഠിപ്പിച്ചത് തൗഹീദിനെ സംബന്ധിച്ചാണ്. ആ തൗഹീദിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് അതിൽ നിന്ന് വഴിപിഴക്കാതെ ആദ്യ തലമുറക്കാരെല്ലാം ജീവിച്ചപ്പോ
പിന്നീട് ആ സമുദായത്തിലേക്ക് ശിർക്ക് വരുന്നതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് നമുക്ക് കാണാം. സൂറത്തുൽ ഔസാനു അല്ലതി കാനത് ഫീ ഖൗമി നൂഹിൻ ഫിൽ അറബി ബഅദു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ ആളുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, അതേ വിഗ്രഹങ്ങളാണ് പിന്നീട് അറബികളുടെ ശിർക്കിന്റെ ചരിത്രത്തിലും കാണുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? വദ്ദുണ്ട്, സുവാഉണ്ട്, യഗൂത്തുണ്ട്, യഊഖുണ്ട്, നസ്റുണ്ട്. ഈ 5 വിഗ്രഹങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളായിരുന്നു. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾവിയിൽ അത് കല്ലുകൊണ്ട് കൊത്തിവെക്കപ്പെട്ട ഒരു ചില രൂപങ്ങളാണ്. അങ്ങനെ കേവല രൂപങ്ങളായിരുന്നോ? കേവല വിഗ്രഹങ്ങളായിരുന്നോ? അല്ല, ആ വിഗ്രഹങ്ങളെല്ലാം പല മഹാന്മാരുടെയും പേരിലുള്ളതായിരുന്നു. ആരാ പറയുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വദ്ദിനെ സംബന്ധിച്ചും സുവാഇനെ സംബന്ധിച്ചും അങ്ങനെയുള്ള ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ആരാധിച്ചിരുന്ന മഹാന്മാരായ ആളുകളുടെ പേരായിരുന്നു ഈ പറയുന്ന 5 ആളുകളുടെ പേരുകൾ, 5 വിഗ്രഹങ്ങൾ. എന്താണ് ആ വിഷയത്തിൽ സംഭവിച്ചത്? അതുവരെ ലോകത്ത് ശിർക്കില്ല. ഈ വിഗ്രഹങ്ങളെ നാട്ടിയപ്പോൾ പോലും ശിർക്ക് തുടങ്ങിയിട്ടില്ല. ശിർക്ക് എന്ന് പറയുമ്പോൾ ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കണ്ടേ? ഈ വിഗ്രഹങ്ങൾ നിർമ്മിച്ച ചരിത്രത്തിന്റെ തുടക്കത്തിൽ പോലും ശിർക്ക് ആരംഭിച്ചിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഈ മഹാന്മാരായ ആളുകളുണ്ടല്ലോ, ഫലമ്മാ ഹലകൂ, അവർ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ആളുകളോട് ശൈത്താൻ വഹ്യ് കൊടുത്തു. ശൈത്താൻ മനുഷ്യന്മാർക്ക് ദുർബോധനം കൊടുത്തു. അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസാബാ. ഈ മഹാന്മാര് അവർ ഇരുന്നിരുന്ന, അവർ കാര്യമായി സമയം ചെലവഴിച്ചിരുന്ന അവരുടെ മഠങ്ങളിൽ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ നിങ്ങൾ അവരുടേതായ വിഗ്രഹങ്ങൾ നാട്ടണം. മറ്റു പല റിപ്പോർട്ടുകളിലും കാണാം. എന്തിനാണ് നാട്ടാൻ പറഞ്ഞത്? ഇവരൊക്കെ വലിയ മഹാന്മാരല്ലേ, ഇവരെ മറക്കാൻ പറ്റുമോ? ഇവരല്ലേ നമുക്ക് ദീന് പഠിപ്പിച്ചിട്ടുള്ളത്, ഇവരെ കുറിച്ച് ഓർത്തു നിൽക്കണ്ടേ? അങ്ങനെ ഓർമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ദുർബോധനത്തിന് വഴങ്ങിക്കൊണ്ട് മനുഷ്യന്മാർ ഇവരുടെ രൂപങ്ങൾ വെക്കുന്നു. ആ രൂപം വരച്ചത് പിന്നീട് കൊത്തി വിഗ്രഹങ്ങളാക്കുന്നു. ആ സമയത്തൊന്നും ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ വിഗ്രഹങ്ങൾ അവർ നാട്ടിവെച്ചു. എന്തിന്? ഓർമ്മക്ക് വേണ്ടി. ഫലം തുഅബദ്, ആ സമയത്ത് ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക, അങ്ങനെ ഈ വിഗ്രഹങ്ങളെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നാട്ടിയിട്ടുള്ളത്, ആ ബാപ്പമാരങ്ങ് മരിച്ചപ്പോൾ, ഇത് നാട്ടിയത് എന്തിനാണ്? ഈ മഹാന്മാരെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യത്തോടു കൂടി ഈ വിഗ്രഹങ്ങളെ നാട്ടിയ ബാപ്പമാര് മരണപ്പെട്ടു. അങ്ങനെ ഈ വിഷയത്തിൽ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ നാട്ടിയതെന്ന് പുതിയ തലമുറക്ക് അറിയാത്ത ഒരവസ്ഥ വന്നപ്പോ, ആ പറയുന്ന തൗഹീദിന്റെ ഇൽമങ്ങ് നീങ്ങിയപ്പോ, വിഗ്രഹങ്ങൾ എന്തിന് നാട്ടിയെന്ന ലക്ഷ്യം മറന്നപ്പോ, ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടാൻ തുടങ്ങി. ലോകത്ത് ശിർക്ക് തുടങ്ങുന്നത് അങ്ങനെയാണ്. ലോകത്ത് ശിർക്ക് തുടങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മഹാന്മാരുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞു. ആ മഹാന്മാർ ഞങ്ങളെ സഹായിക്കും, അവരല്ലേ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത്, അവരല്ലേ ഞങ്ങൾക്ക് ദീനിന്റെ വിഷയത്തിൽ വലിയ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരെ മറക്കാൻ പറ്റൂല, അവരെ ഓർക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ വിഗ്രഹങ്ങളെ നാട്ടി അപ്പോഴൊന്നും അവരെ ആരാധിക്കാത്തത് പിന്നീട് തൗഹീദിന്റെ ഇൽമ് മറക്കപ്പെട്ടപ്പോ ആളുകൾ ശിർക്കിലേക്ക് കടന്നു വരുന്നു. ആ സമയത്തല്ലേ നൂഹ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തല്ലോ, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവൻ മാത്രമാണ് നിങ്ങൾക്ക് ആരാധനക്ക് അർഹൻ.
അവന് പുറമെ മറ്റൊരാളെയും നിങ്ങൾ ആരാധ്യനായി സ്വീകരിക്കല്ല എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ സമയത്തല്ലേ കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തുന്നത്. അങ്ങനെ മഹാന്മാരുടെ വിഷയത്തിലാണ് ലോകത്ത് ആദ്യം ശിർക്ക് വന്നിട്ടുള്ളത്. പിന്നീട് സമുദായത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ലോകത്ത് പിന്നീട് പലതിനെയും ആരാധിക്കുന്ന ആളുകൾ വന്നല്ലോ. അവരുടെ എല്ലാം വിശ്വാസം എന്താണെന്നോ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. പക്ഷെ വലിയവനായ അന്തസ്സുള്ള റബ്ബിലേക്ക് പാപികളായ നമുക്ക് നേരിട്ടെടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇടയാളന്മാരെ സ്വീകരിക്കണ്ടേ. എന്തിനാണ് ഇടയാളന്മാരെ സ്വീകരിക്കുന്നത്? ഇവർ മുഖേന വേണം അല്ലാഹുവിലേക്ക് അടുക്കാൻ. അന്തേ നേരിട്ടെടുത്താ കുഴപ്പം. നേരിട്ടെടുത്താ അല്ലാഹ് നമ്മളെ പരിഗണിക്കൂല. നമ്മൾ പാപികളല്ലേ, അല്ലാഹുവിന്റെ അരികിൽ നമ്മൾ നിസ്സാരക്കാരല്ലേ. അതുകൊണ്ട് ഇടയാളന്മാരെ സ്വീകരിക്കണം. ലോകത്ത് കടന്നു വന്നിട്ടുള്ള ധാരാളം ശിർക്കിന്റെ ആളുകൾ അവരുടെ എല്ലാവരുടെയും ഒരു പൊതുബന്ധം പരിശോധിച്ചാൽ ആ ശിർക്ക് ചെയ്യുന്ന ആളുകളെയെല്ലാം പൊതുന്യായം പരിശോധിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ ഇതല്ലേ സൂചിപ്പിക്കുന്നത്, അല്ലാഹുവിലേക്ക് നമുക്ക് നേരിട്ടെടുക്കാൻ പറ്റൂല. അപ്പൊ ഇടയാളന്മാരെ വേണം. അങ്ങനെ ഇടയാളന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പൊ അവര് നമ്മുടെ കാര്യം അല്ലാഹുവിനോട് പറഞ്ഞോളും. അങ്ങനെയല്ലേ ലോകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ശിർക്ക് കടന്നു വന്നിട്ടുള്ളത്. അവരെ തിരുത്താൻ, അവരെ ശിർക്കിൽ നിന്ന് കൊണ്ടുവരാൻ, തൗഹീദിലേക്ക് കൊണ്ടുവരാൻ കാലങ്ങളായ അമ്പിയാക്കന്മാരും കടന്നു വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമുദായം സൂര്യനെ ആരാധിച്ചവരുണ്ടായിരുന്നു, നക്ഷത്രങ്ങളെ ആരാധിച്ചവരുണ്ടായിരുന്നു, ബിംബങ്ങളെ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു. ബിംബങ്ങളെ ആരാധിക്കുന്നതിന്റെ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. അവരെല്ലാം ആ ബിംബങ്ങളെ, ആ വിഗ്രഹങ്ങളെ മഹാന്മാരുടെ പേരിൽ സ്ഥാപിച്ചവരായിരുന്നു. ആ മഹാന്മാരുടെ പേരിൽ അവരെ ഓർക്കാനെന്ന നിലക്ക് ഈ ബിംബങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ആ ബിംബങ്ങളോട് അവർ പ്രാർത്ഥിക്കും. മനസ്സിലാരാ ലക്ഷ്യം? ഈ ബിംബം ഏതൊരു മഹാനെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ മഹാനെ ഞാൻ മനസ്സിൽ കരുതുന്നു. എന്നിട്ട് ആ മഹാനോട് പ്രാർത്ഥിക്കുന്നു, ആ മഹാനോട് സഹായം ചോദിക്കുന്നു. മഴയില്ലാതാകുമ്പോ മഹാന്റെ വിഷയത്തിൽ ആ മഹാനോട് പറയുന്നു. എന്നിട്ട് എന്താ വിശ്വാസം? അദ്ദേഹം സ്വന്തം നിലക്ക് മഴ തരുമെന്നാണോ? അല്ലല്ലോ. അദ്ദേഹം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിത്തരും. എന്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ അല്ലാഹുവിനോട് അദ്ദേഹം പറയും, അദ്ദേഹം കാര്യങ്ങൾ നേടിത്തരും. അതുപോലെ തന്നെയാണ് ഈ സൂര്യന്റെ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത്, നക്ഷത്രങ്ങളുടെ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബിംബങ്ങളുടെ വിഷയത്തിലും ചരിത്രം മാറി മാറി വന്നപ്പോ ലോകത്ത് ശിർക്കിന്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ കടന്നു വന്നു. ശിർക്കിന്റെ വ്യത്യസ്ത മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വ്യത്യസ്ത മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നു. എന്റെ കയ്യിലുള്ളത് അൽ മിലലു വൻ നിഹൽ എന്ന പൂർവിക മതങ്ങളെ സംബന്ധിച്ചും പിഴച്ച കക്ഷികളെ സംബന്ധിച്ചും സൂചിപ്പിക്കപ്പെടാൻ അതിനു വേണ്ടി എഴുതപ്പെട്ട കിതാബാകുന്നു. ആ കിതാബിൽ ഷഹറുസ്ഥാനി എന്ന് പറയുന്ന ഈ കിതാബിന്റെ രചയിതാവ് പറയുന്നു, വമദ്ഹബു ഹഉലായി, അഥവാ റുഹാനികളെ വിളിച്ചവരുണ്ട്. മലക്കുകളെ കുറിച്ച് അംബിയാഇന്റെ പ്രബോധനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകൾ കേട്ടറിഞ്ഞിരുന്നു. പക്ഷെ മലക്കുകളെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ. അപ്പൊ അവര് പല തെറ്റിദ്ധാരണയും വെച്ചു പുലർത്തിക്കൊണ്ട് പറഞ്ഞു, മലക്കുകൾ വലിയ മഹാന്മാരാകുന്നു. ആ മലക്കുകളെ മഹാന്മാരാക്കുകയും അടുത്ത നിമിഷത്തിൽ ആ മലക്കുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്ത, അങ്ങനെ റൂഹാനികൾ എന്ന് പേരിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളോട് പ്രാർത്ഥിച്ച, ആരാധിച്ചിരുന്ന ആളുകളുടെ ആശയം എന്താണെന്നോ, വമദ്ഹബു ഹഉലായി, ഇവരുടെ ആദർശം അന്നലിൽ ആലമി സോനിആ, ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഫാത്തിറൻ ഹകീമാ, യുക്തിപൂർണനായ സൃഷ്ടാവാണവൻ. മുഖദ്ദസൻ അൻ സിമാത്തിൽ ഹദഥാൻ, എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ മഖ്ലൂഖിന്റെ സൃഷ്ടിജാലങ്ങളുടെ പ്രത്യേകതകളിൽ നിന്നും പരിശുദ്ധനായ, ലോകത്തിന്റെ സ്വതന്ത്രനായ ഒരു നാഥനുണ്ട്. വൽ വാജിബു അലൈന മഅരിഫത്തുൽ അജ്സി അനിൽ വുസൂലി ഇലാ ജലാലിഹി, ആ മഹാനായ റബ്ബുണ്ടല്ലോ, മഹാനായ സട്ടാവുണ്ടല്ലോ, അവന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം.
എന്താ ഏത് വഴിക്കാ തിരിച്ചറിയേണ്ടത്? മുസ്ലിങ്ങൾ റബ്ബിന്റെ മാത്രം തിരിച്ചറിയുന്ന ഒരു രൂപമുണ്ടല്ലോ. എങ്ങനെയാണ്? അള്ളാഹ്ക്കെല്ലാം കഴിയും. അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് ചോദിക്കട്ടെ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ, പിശുക്കില്ലാത്തവനല്ലേ, കൊടുത്താ തീരാത്തവനല്ലേ? അതാണല്ലോ എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് പറയട്ടെ, എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്യട്ടെ എന്ന് മുസ്ലിങ്ങളൊക്കെ റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കിയപ്പോ അതേ റബ്ബിനെ കുറിച്ച് ഇവരും ആ കാര്യം തന്നെ മനസ്സിലാക്കുന്നു. എന്താണ്? അല്ലാഹു വലിയ മഹാനാണ്, അള്ളാഹു വലിയ സ്ഥാനമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനമില്ലാത്ത നിസാരരായ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വകുപ്പില്ല. നിസാരരായ നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ വകുപ്പില്ല. അങ്ങനെ അള്ളാഹിലേക്ക് കാര്യങ്ങൾ നേടാവുന്ന ഒരു യോഗ്യത നമുക്കില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇന്നമാ യുതഖറബു ഇലൈഹി, അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് അടുക്കേണ്ടതെന്നോ? ബിൽ മുതവസ്സിതാതി, ചില മധ്യവർത്തികളിലൂടെ. അവിടെയാണ് ശിർക്ക് സംഭവിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ശിർക്ക് സംഭവിച്ചത് അങ്ങനെ തന്നെ. ചരിത്രം മാറിയപ്പോ, ചരിത്രം മുന്നോട്ട് പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമുദായം, അതല്ലെങ്കിൽ അതിന് മുമ്പുള്ള ശിർക്ക് വന്ന സമുദായങ്ങൾ, അവര് വിഗ്രഹങ്ങളെ വിട്ട് ആകാശത്തുള്ള സൂര്യനോട് പ്രാർത്ഥിക്കുന്നു, നക്ഷത്രങ്ങളോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അള്ളാഹിനോട് നേരിട്ട് പറയാൻ നമുക്ക് അവകാശമില്ല, അതിന് നമുക്ക് യോഗ്യതയില്ല. അള്ളാഹിലേക്ക് നമുക്ക് അടുക്കേണ്ടത് എങ്ങനെയാണ്? ബിൽ മുതവസ്സിതാത്ത്, ചില മധ്യവർത്തികളിലൂടെയാണ്. അൽ മുഖറബീന ലദൈഹി, അള്ളാഹിന്റെ അരികിൽ മുഖറബീങ്ങളാണവർ, അള്ളാഹിന്റെ അരികിൽ സ്വീകാര്യരാണവർ. ആരാണ് ഈ സ്വീകരിക്കപ്പെടുന്ന ആളുകൾ? വഹുമുർ റൂഹാനിയൂന, അവർ റൂഹാനികളാണ്. സഹോദരന്മാരെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ റൂഹാനി എന്ന് പറയുമ്പോ അതുപോലെ ഈ പറയുന്ന നമ്മളൊക്കെ പാപികളല്ലേ, അള്ളാഹിലേക്ക് നേരിട്ടെടുക്കാൻ പറ്റൂലല്ലോ, ഇടയാളന്മാരെ സ്വീകരിക്കണല്ലോ എന്നിത്യാദി സംസാരങ്ങൾ എന്റെ സംസാരത്തിൽ വരുമ്പോ ചിലപ്പോ നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരായ ചിലരുടെ സംസാരത്തിനോട് ഈ പറയുന്ന കാര്യങ്ങൾ സാദൃശ്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉണർത്താൻ തന്നെയാണ് ഇത്തരം ഒരു പരിപാടി. ഇവിടെ പല പണ്ഡിതന്മാരും ഇതേ വർത്താനാ പറയുന്നത്. റൂഹാനികളോട് തേടണം, അർവാഹുകളോട് തേടണം, അതുപോലെയോ മഹാന്മാരോട് തേടണം. എന്തുകൊണ്ട്? പാപികളായ നമ്മളെ അല്ലാഹു പരിഗണിക്കൂല. അപ്പൊ അടയാളന്മാരെ സ്വീകരിക്കണം. ഞാനിവിടെ ഓതി വെച്ചതോ പണ്ഡിതന്മാരുടെ വാക്കുകളാണ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞ വാദങ്ങളെ ഉദ്ധരിച്ചതല്ല, പണ്ട് കാലത്ത് പറഞ്ഞ വാദങ്ങളെ ഉദ്ധരിച്ചതാണ്. എന്താ പണ്ട് കാലത്തെ വാദം? ഇന്നാര് പറയുന്നോ, എന്ത് പറയുന്നോ അതേ വാദം. എന്താ പഴയ വാദം? ഇടയാളന്മാരെ നമ്മൾ സ്വീകരിക്കണം. ആരാണവരെന്നോ? വഹുമുർ റൂഹാനിയൂന അൽ മുത്തഹറൂന അൽ മുഖദ്ദസൂന, അവരും പരിശുദ്ധരാണ്, അവരും മഹാന്മാരാണ്, അവരും സംരക്ഷിക്കപ്പെട്ട പരിശുദ്ധരായ ആളുകളാണ്. അങ്ങനെ പാപികളല്ലാത്ത മഹാന്മാരായ അല്ലാഹുവിലേക്ക് അടുക്കാൻ യോഗ്യതയുള്ള ആളുകളെ നമ്മൾ ഈ ഇടയാളന്മാരായി വെക്കണ്ടേ എന്നാണ് പൂർവികരായ ആളുകൾ പ്രാർത്ഥിച്ചതിന്റെ, അവരുടെ ജീവിതത്തിൽ ശിർക്ക് വന്നതിന്റെ ചരിത്രം പറഞ്ഞപ്പോ പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അതാ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ തരക്കുള്ള വ്യത്യസ്തങ്ങളായ മഠങ്ങൾ സ്ഥാപിക്കുകയും ആ മഠങ്ങളിൽ വിഗ്രഹങ്ങളെ വെക്കുകയും ചെയ്തവരെ സംബന്ധിച്ചും അവരതാ പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നു. അമ്മ അസ്ഹാബുൽ അശ്ഖാസി, അഥവാ ലോകത്ത് ശിർക്ക് വന്ന രണ്ട് വിഭാഗമുണ്ട്. രണ്ട് തരത്തിലുള്ള ശിർക്കിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയാണ്. ഒന്നെന്താണ്? ഒന്ന് ശിർക്ക് ചെയ്തപ്പം ഇവര് സൂര്യനോട് നേരെ അങ്ങ് പ്രാർത്ഥിച്ചു, നക്ഷത്രങ്ങളോട് പ്രാർത്ഥിച്ചു. ഇവർ നക്ഷത്രങ്ങളെ കുറിച്ച് നിരീക്ഷിച്ചു. ആ നക്ഷത്രങ്ങളുടെ ഉദയസ്ഥാനവും അസ്തമന സ്ഥാനവും സൂര്യന്റെ ഉദയ സമയത്തെയും അസ്തമന സമയത്തെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഇവർ അഗ്നിയാരാധന ആരംഭിക്കുന്നു. നക്ഷത്രങ്ങളെ വെച്ച് ഖൈറും ശർറും തീരുമാനിക്കുന്നു. ചൊവ്വാദോഷമാണെന്ന് ഗ്രഹങ്ങളെ വെച്ച് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇങ്ങനെ ഒരു തരം ശിർക്കിന്റെ ആളുകൾ. ഈ ശിർക്കിന്റെ ആളുകളുടെ പ്രത്യേകത എന്താണ്? ഈ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നുമല്ല അവസാനത്തെ അല്ലാഹ്. ഇവരൊക്കെ വലിയ അല്ലാഹുവിന്റെ കീഴിലുള്ളവര്. ആരാണ് ഈ വലിയ അല്ലാഹ്? അത് നമ്മളൊക്കെ പറയുന്ന ലോകത്തിന്റെ പടച്ചോൻ. ആ ലോകത്തിന്റെ പടച്ചോൻ അവരതാ കാനൂ യുസമ്മൂനഹാ അർബാബാ. ഈ മനുഷ്യന്മാർ ഈ ആരാധിക്കപ്പെടുന്ന സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ റബ്ബുകൾ എന്ന് പറയും. വആലിഹതൻ, ആലിഹത്ത് എന്ന് പറയും.
വല്ലാഹു തആല അല്ലാഹുവോ ഹുവ റബ്ബുൽ അർബാബ്, ഈ മൊത്തം റബ്ബുമാരുടെ റബ്ബാണ് അല്ലാഹു. വ ഇലാഹുൽ ആലിഹ, ഈ മൊത്തം ഇലാഹുകളുടെ ഇലാഹാണ് അല്ലാഹു. അപ്പൊ മെയിൻ ആൾ അല്ലാഹു. എന്നാൽ ഈ സൂര്യനും നക്ഷത്രങ്ങളൊക്കെയോ, ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അവരുടെ കീഴിലുള്ള ഇങ്ങനെ ശിർക്കിന്റെ ഒരു പുതിയ രൂപം വന്നു. അപ്പൊ മറ്റു ചിലർ പറഞ്ഞു, നമുക്ക് ഈ പറയുന്ന സൂര്യനും നക്ഷത്രങ്ങളൊക്കെ എപ്പോഴും നിരീക്ഷിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ പറ്റാതെ വന്നപ്പം നമുക്ക് എപ്പോഴും മുമ്പ് കാണുന്ന ഒരു ദൈവം വേണം. അതേതാണ്? അതാണ് ഈ വിഗ്രഹങ്ങൾ, വിഗ്രഹത്തിന്റെ പുതിയ വർഷം. ആദ്യം വിഗ്രഹങ്ങളെ സ്ഥാപിച്ചത് എങ്ങനെയാണ്? മഹാന്മാരുടെ പേരിൽ അവരുടെ രൂപം അങ്ങനെ തന്നെ മനുഷ്യരൂപം കൊത്തിണ്ടാക്കിയിട്ട് ആ മനുഷ്യരൂപത്തെ ഇവർ ആരാധിച്ചു. അപ്പൊ അവരുടെ മനസ്സിലെന്താ? മഹാന്മാരാണ്. എന്നാൽ അടുത്ത വിഭാഗം വരുന്നു. അടുത്ത വിഭാഗത്തിന്റെ അടുത്ത് മഹാന്മാരെന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും പ്രകൃതി ശക്തികളാണ്. അങ്ങനെ ഈ സൂര്യനെയും ചന്ദ്രനെയും ഒന്നും എപ്പോഴും നമുക്ക് നിരീക്ഷിക്കാനും ഇടപെടാനും പറ്റുന്നിടത്തല്ലോ. അല്ലെങ്കിൽ മലക്കുകൾ ആരാധിച്ചവർ, എവിടെ അവർക്ക് മലക്കുകളെ വിവരം കിട്ടിയത്? മുൻകാല പ്രവാചകന്മാരിൽ നിന്ന്. ഈ മലക്കുകളുമായി നമുക്ക് കാണാൻ പറ്റൂലല്ലോ, അവരോട് ഇടപെടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമുക്ക് വിഗ്രഹങ്ങളെ സ്വീകരിക്കാം. അപ്പൊ അവരും പറഞ്ഞിട്ടുള്ളത് മെയിൻ അല്ലാഹു, മെയിനായിട്ടുള്ള ലോകത്തിന്റെ റബ്ബ്, അത് നമ്മളൊക്കെ പറയുന്ന അല്ലാഹ്. ഈ മറയുന്ന മലക്കുകളോ ഈ പറയുന്ന വിഗ്രഹങ്ങളോ അവരെല്ലാവരും അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നവരാകുന്നു. പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, അസ്ഹാബുൽ അശ്ഖാസ്, വ്യക്തികളെ ആരാധിച്ചിരുന്ന ആളുകൾ, ഫഖാലു, അവർ ന്യായം പറഞ്ഞു, ഇദാ കാന ലാ ബുദ്ദ മിൻ മുതവസ്സിതിൻ യുതവസ്സലു ബിഹി, ഒരു ഇടയാളൻ നിർബന്ധമാണ് എന്നിരിക്കെ, വശഫീഇൻ യുതശഫഉ ഇലൈ, ഒരു ശുപാർശക്കാരൻ, അല്ലാഹുവിലേക്ക് ശുപാർശ നടത്തപ്പെടാവുന്ന ഒരാള് നിർബന്ധമാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കെ, എല്ലാവരും ശിർക്ക് ചെയ്യുന്നോർ, സൂര്യനെ ആരാധിച്ചോനും വിഗ്രഹത്തിനെ ആരാധിച്ചോനും മലക്കിനെ ആരാധിച്ചോനും മഹാന്മാരോട് പ്രാർത്ഥിച്ചവനും അവരെല്ലാവരുടെയും പൊതുബന്ധമാണ്. നമുക്ക് ഇടയാളന്മാര് വേണം. ഇതേ ആദർശം നമ്മുടെ നാട്ടിൽ പറയാണ്. അപ്പൊ മുജാഹിദീങ്ങൾക്ക് ഇത് വിഷയത്തിൽ നോക്കി നിൽക്കാൻ പറ്റുമോ? അമ്പിയാഇന്റെ ദൗത്യമാണ്. ഈ ആദർശം വന്നപ്പോഴാണ് പുതിയ ആദർശം കൊണ്ട് അമ്പിയാക്കന്മാർ വന്നത്. അത് കേട്ടവർക്ക് പുതിയതായി, പക്ഷെ ദീനിൽ അത് പഴയതാണ്. അത് നബി അലൈഹി സ്വലാം ആദ്യ ഈ ആദർശം പറഞ്ഞത് ഇടയാളന്മാർ വേണ്ട. പക്ഷെ അത് അങ്ങനെ വാക്കാൽ പറയേണ്ട ആവശ്യമില്ല. അന്ന് ഇടയാളന്മാരില്ലായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഇടയാളന്മാർ വേണമെന്ന ഒരു പുത്തൻ വാദം കൊണ്ടുവന്നപ്പോ, ചോദ്യം ചെയ്തുകൊണ്ട് നൂഹ് നബി വന്നപ്പോ അത് പുത്തൻ വാദമായി. നമ്മളാരും കേൾക്കാത്ത വാദം കൊണ്ടാണല്ലോ നൂഹ് വന്നത് എന്നാണ് അപ്പൊ അവര് ചോദിച്ചത്. പക്ഷെ അവരുടേതായിരുന്നു പുത്തൻ വാദം. എന്താ വാദം? ഇടയാളന്മാർ വേണം. അപ്പൊ സൂര്യൻ ആരാധിച്ചവനും പറഞ്ഞു ഇടയാളന്മാർ വേണം, അതില്ലാതെ കഴിയൂല. പക്ഷേ ഈ റൂഹാനിയാത്ത് ഇൻകാനത്ത് ഹിയൽ വസായിലു, ഈ ആത്മീയ ജീവികളുണ്ടല്ലോ, അഥവാ ഈ മലക്കുകൾ, അല്ലാഹു പറഞ്ഞല്ലോ ഇവർ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ശൈത്വാന്മാരെയാണ്. ഈ പിശാചുക്കൾ, ഈ പറയുന്ന ആളുകളൊക്കെ അവര് മധ്യവർത്തികളാണെങ്കിലും ഇവരോട് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് പറ്റൂലല്ലോ. നാവ് കൊണ്ട് ഇവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും സുതാര്യമായി സംസാരിക്കാൻ ഒരു അവസരമില്ല. അതുകൊണ്ട് നമുക്ക് രൂപങ്ങൾ സ്വീകരിക്കണം, ചില വ്യക്തികളെ സ്വീകരിക്കണം, മൗജൂദത്തിൻ ഖായിമത്തിൻ മൻസൂബത്തിൻ, നാട്ടപ്പെട്ട ജുർമുള്ള വ്യക്തമായി നമുക്കിങ്ങനെ കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഇടപെടാൻ പറ്റുന്ന വിഗ്രഹങ്ങളോ സദനത്തിലിരിക്കുന്ന ആത്മീയ നേതാക്കന്മാരോ ആൾ ദൈവങ്ങളോ ആയിട്ട് ചില വ്യക്തികൾ നമുക്ക് വേണം. എന്നിട്ടോ ഇവരിലേക്ക് അല്ലാഹ് ഇറങ്ങും, അല്ലെങ്കിൽ ഇവരിലേക്ക് കഴിവുകൾ ഇറങ്ങും, ഇവരിലേക്ക് അല്ലാഹു കഴിവ് കൊടുക്കും. അങ്ങനെ ചില വ്യക്തികൾ നമുക്ക് വേണം. അത് കടത്തപ്പെട്ട വിഗ്രഹമായി പിന്നീട് ശിയാക്കളുടെ കാലത്ത്, അതിനു മുമ്പേ ജൂതന്മാരുടെ കാലത്ത് ആ ശിർക്കിന് അപ്ഡേഷൻ വന്നു എന്നതൊഴിച്ചാൽ ശിർക്കിന്റെ ന്യായത്തിന്, ശിർക്കിന്റെ നയത്തിന് ഒരു മാറ്റവും ലോകത്ത് സംഭവിച്ചിട്ടില്ല. ശിർക്കിന്റെ മുഖങ്ങൾ മാറി എന്ന് ചോദിച്ചാൽ നയമൊക്കെ ഒന്നെ. എന്താ നയം? മധ്യവർത്തികൾ വേണം, നേരിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റൂല. അങ്ങനെ വ്യത്യസ്തങ്ങളായ നിലക്ക് ആളുകൾ ശിർക്കിന്റേതായ അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോ അമ്പിയാക്കന്മാര് വന്നു, അവരോട് തൗഹീദ് പ്രസംഗിച്ചു. പിന്നീട് അപ്ഡേഷൻ വന്നപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഈസാ നബിനെ തന്നെ അല്ലാഹയാക്കുന്നു. ഈസാ നബിനെ അല്ലാഹയാക്കി.
ഈസാ നബിന്റെ ഉമ്മയെ, ആ ഉമ്മനെയും അള്ളാന്റെ ബാക്കിയാക്കി. ഈസാ നബി അലൈഹിസ്സലാം അള്ളയാണെന്ന് പറഞ്ഞു, ദൈവപുത്രൻ എന്ന് പറഞ്ഞു. അങ്ങനെ അംബിയാഇനെ നേരിട്ട് ആരാധിക്കുന്ന അവസ്ഥ വന്നു. ഒക്കെ ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന രൂപങ്ങളാണ്. ഈ ശിർക്കിന്റെ ചരിത്രങ്ങളിൽ അതിനോടൊപ്പം തന്നെ അള്ളാഹ് പറയുന്ന ചരിത്രം എന്താണ്? ഒപ്പം കൂടെ അമ്പിയാക്കന്മാരും വന്നു, കൂടെ അമ്പിയാക്കന്മാരും വന്നു. അവരൊക്കെ പറഞ്ഞ വാക്ക് യാ ഖൗമി അബ്ദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറുഹു. സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്ക് ഇല്ല തന്നെ. ഇതാണ് എല്ലാ നബിമാരും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടോ ഈ ചരിത്രം വീണ്ടും കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. മക്കയിലുള്ള മുശ്രിക്കിന്റെ ചരിത്രമാണ് കാണുന്നത്. മക്കയിലുള്ള മുശ്രിക്കിന്റെ ചരിത്രത്തിലും നമ്മൾ കാണുന്നത് എന്താണെന്നോ, അല്ലാഹ് അവരുടെ വാദങ്ങൾ പറഞ്ഞല്ലോ. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. ഒരു വാദിച്ചു അള്ളാന്റെ അരികിൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരായിട്ടാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. അപ്പൊ ഓരോ അതന്നെ പറഞ്ഞു. മുൻകാലക്കാരെന്താ പറഞ്ഞത് അത് തന്നെ പറഞ്ഞു. മുൻകാലക്കാർ ആരെ ആരാധിച്ചത്? അവരെ തന്നെ ഇവരും ആരാധിച്ചു എന്ന് പറഞ്ഞാൽ വദ്ദുണ്ട്, സുവാവുണ്ട്, യഹൂദുണ്ട്, യഹൂക്കുണ്ട്, നസറുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമുണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമുണ്ട്. പുറമെ ഇവർ അവരുടെ കാലത്തുള്ള കുറച്ചാളും കൂടി കൂട്ടി. അവരെ കാലത്തുള്ള ലാത്തയും ഉസ്സയും മനാത്തയും പോലത്തെ പുതിയ കുറച്ച് ആളുകളുടെ എണ്ണം കൂട്ടി എന്ന് വെച്ചാൽ നയം അത് തന്നെ. കാരണം എന്താ? ഇവർക്കൊക്കെ ഇമാം ഒരാളാണ്, അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇന്ന് നമ്മളെ നാട്ടിൽ ഇതേ വാദം പറയുന്നുണ്ടോ? അവരുടെയും ഇമാമാരാണ് ഈ വാദത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എല്ലാവർക്കും വഹി എടുക്കുന്ന മൂപ്പരാണ്. എല്ലാവർക്കും ഈ വിഷയത്തിൽ ഐക്യത്തോടുകൂടി വഹി എടുക്കുന്നതാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എന്താ കൊടുത്ത വഹിയ്? നമ്മൾ പാപികളല്ലേ, ദോഷികളല്ലേ, അല്ലാഹുവിലേക്ക് നേരിട്ട് എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇടയാളന്മാരെ സ്വീകരിക്കണം. അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയത്. അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിക്കൊണ്ട് സഹാബികളായിട്ട് പരിവർത്തിപ്പിച്ചത്. പലരും ആ പ്രബോധനത്തെ അവഗണിച്ച് മുശ്രിക്കുകളായി, ആ ശിർക്കിലായി കൊണ്ട് മരണപ്പെട്ടവരുണ്ട്. പലരും തുടക്കത്തിലൊക്കെ വലിയ പ്രതിരോധം തീർത്തിരുന്നു. വല്ലാതെ അതിൽ നിന്ന് ശിർക്കിൽ നിന്ന് മാറാൻ തയ്യാറാവാതെ സ്വയം മടിച്ചു നിന്നിരുന്നു. എന്നാൽ പിന്നീട് അവരെല്ലാം വാശി വിട്ടുകൊണ്ട് തങ്ങളുടേതായ ഭൗതിക ചിന്തകൾ ഉപേക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നു. ആ ഇസ്ലാമിനെ പൂർത്തീകരിച്ചപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഗൗരവകരമായി ഉണർത്തിയിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതിൽ ഔസാൻ. അന്ത്യദിനം സംഭവിക്കുന്നതല്ല. ഏതുവരെ? എന്റെ ഉമ്മത്തിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കീങ്ങളുമായി ഐക്യപ്പെടുന്നതുവരെ, എന്റെ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, ചില ഗോത്രങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ അന്ത്യദിനം സംഭവിക്കൂല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എന്താ റസൂലിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ രണ്ടേ ആൾക്ക് പറയും. ഒന്ന്, ഈ ലോകത്തുള്ള എല്ലാവരും റസൂലിന്റെ ഉമ്മത്താണ്. ഉമ്മത്തു ദഅവ എന്ന പണ്ഡിതന്മാരെ ഇതിന് പറയാം. ഈ ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ, അത് മുസ്ലിങ്ങളാവട്ടെ, അല്ലാത്തവരാവട്ടെ, മതമുള്ളവനാവട്ടെ, ഇല്ലാത്തവനാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണ്. ആ ഉമ്മത്തിനല്ല ഇവിടെ റസൂലുള്ള പറഞ്ഞത്. പിന്നെ ആരാണ്? റസൂലുള്ളാഹിക്ക് ഉത്തരമേകിയ ഒരു ഉമ്മത്തുണ്ട്, മുസ്ലിങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം കൊടുത്ത ഉമ്മത്തുൽ ഇജാബയുണ്ട്, മുസ്ലിങ്ങളാകുന്ന ഉമ്മത്ത്. ആ മുസ്ലിങ്ങൾക്ക് വിഗ്രഹാരാധന സംഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതെന്താ അങ്ങനെ? ഇത് പറയുമ്പോ ലോകത്ത് പലയിടത്തും വിഗ്രഹത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. സഹാബികൾ നന്നായി നയിച്ചാൽ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ റോമ എന്ന വലിയ സാമ്രാജ്യമുണ്ട്, പേർഷ്യ എന്ന വലിയ സാമ്രാജ്യമുണ്ട്. പേർഷ്യ എന്ന സാമ്രാജ്യം
അഗ്നിയാരാധന പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സാമ്രാജ്യമാണ്. പിന്നീട് ഖലീഫമാരുടെ കാലഘട്ടത്തിലല്ലേ റോമൻ സാമ്രാജ്യം ഇസ്ലാമിന് അധീനപ്പെടുന്നത്, പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിന് അധീനപ്പെടുന്നത്. റസൂലുള്ളാഹി വഫാത്താവുന്ന സമയത്തൊക്കെ അവർ അവരുടേതായ ആദർശങ്ങളിലായിരുന്നു. വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ. ഖബറിനെ ആരാധിച്ചവരുണ്ടായിരുന്നു, മറ്റു മതക്കാർ വിഗ്രഹങ്ങൾ ആരാധിച്ചവരുണ്ടായിരുന്നു, ഈസാ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു, അഗ്നിയെ ആരാധിച്ചവരുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളപ്പോൾ റസൂലുള്ളാഹി പറയാ എന്റെ ഉമ്മത്ത് ശിർക്കിലേക്ക് പോകും. അപ്പൊ ഇപ്പൊ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏതാ ഉമ്മത്ത്? മുസ്ലിം ഉമ്മത്താണ്. ആ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരും. ആ ശിർക്ക് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. പിന്നെ എങ്ങനെയാണ് ഇത് അറിയുന്ന ഒരു മുസ്ലിമിന് ഉറങ്ങാൻ പറ്റുക? ഇത് എങ്ങനെയാണ് ഇത് അറിയുന്ന ഒരു മുസ്ലിമിന് ലോകത്ത് ഈ ശിർക്കിലേക്ക് പണ്ഡിതന്മാരായ ആളുകൾ ക്ഷണിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റിയ സഹോദരന്മാരെ? അപ്പൊ ചിലവര് വന്നിട്ട് പറഞ്ഞു, ഒരു ഹദീസ് ഉണ്ടല്ലോ. എന്താ ഹദീസ്? റസൂലുള്ളാഹി പറഞ്ഞല്ലോ ഇനി ഈ ഉമ്മത്തിന് ശിർക്ക് വരൂലാന്ന്. ഓ അങ്ങനെ ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞ ഹദീസോ? ഇത് അബൂദാവൂദും മറ്റു പലരും റിപ്പോർട്ട് ചെയ്ത് സ്വീകാര്യമായ ഹദീസാണ്. ഖിയാമത്ത് നാളിന്റെ മുമ്പ് മുസ്ലിം ഉമ്മത്ത് ശിർക്കിലാവും. അത് പറഞ്ഞ റസൂല് പിന്നെ ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് ഇനി ശിർക്ക് വരൂലാന്ന് ഏതായാലും പറയാൻ സാധ്യത ഇല്ലല്ലോ. എന്നാലും കേൾക്കണല്ലോ ആ ഹദീസ്. ഏതാ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്വാന ഖദ് ഐസ അയ്യബുദഹു അൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇനി പിശാച് തന്നെ ആരാധിക്കുന്നതിനൊട്ടും നിസ്കരിക്കുന്ന മുസ്ലിങ്ങള് പിശാചിനെ ആരാധിക്കുന്നതിനെ തൊട്ട് പിശാച് നിരാശനായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണ്ഡിതന്മാർ ഈ ഹദീസും കണ്ടവരെന്നെ. അതിനൊക്കെ മുമ്പ് പോട്ടെ, ഇത് പറഞ്ഞതും റസൂല്, ഖിയാമത്തിന്റെ മുമ്പ് ശിർക്ക് സംഭവിക്കുന്നു പറഞ്ഞതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ എന്താ ഉദ്ദേശം? പണ്ഡിതന്മാർ ഈ ഹദീസിനെ അതിന്റെ ഉദ്ദേശം വ്യക്തമാക്കി തരിക ചെയ്തത്. വ്യത്യസ്ത നിലക്ക് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവരാരും പറഞ്ഞിട്ടില്ല ഈ ഹദീസ് പ്രകാരം ഇനി മുസ്ലിങ്ങൾ നിസ്കാരത്തിൽ പഴിച്ചാലും നോമ്പിൽ പഴിച്ചാലും ഒരു വേള ഒരു മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ മഹാപാപമായ പലിശയിലേക്ക് അവർ മുഴുവൻ പോയാലും ശിർക്കിന് മുസ്ലിങ്ങളിൽ മേലാൽ സംഭവിക്കൂലെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പ്രാമാണികരായ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരൊക്കെ എന്താ പറഞ്ഞത്? മൊത്തം മുസ്ലിങ്ങൾ ശിർക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ അതിനുണ്ടാവില്ല. മറ്റു പൂർവിക മതങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ആ മതത്തിലുള്ള ആളുകൾ മൊത്തം ഒന്നടങ്കം ആ മതം തന്നെ ഇനി ഒന്നിനും കൊള്ളാത്ത കോലത്തിൽ പഴച്ചു പോയ അവസ്ഥ അത് മുസ്ലിം ഉമ്മത്തിനുണ്ടാവില്ല. ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന്റെ പ്രതിനിധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നവരെ ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ കുറച്ച് ആളെങ്കിലും ബാക്കി ഉണ്ടാവും. എല്ലാരും കൂടി ശിർക്കിലേക്ക് പഠിപ്പിച്ചു കൊണ്ടുപോകാന്നുള്ള വിഷയത്തിൽ ശൈത്താൻ നിരാശരായിട്ടുണ്ട്. എന്നതൊഴിച്ചാൽ ഉമ്മത്തിന് ശിർക്ക് വരൂലാന്ന് ഈ ഹദീസ് കൊണ്ട് അത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയൊന്നും അത് മനസ്സിലാക്കി തന്ന പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ഇലാഹാണെന്ന് പറഞ്ഞിട്ട് ശിയാക്കളിൽ ഒരു വിഭാഗം വന്നില്ല സഹോദരന്മാരെ. അതിനുശേഷമായിക്കൊണ്ട് അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ പേരിൽ ഖബർ കെട്ടിപ്പൊക്കി അവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ശിയാക്കളിൽ കടന്നു വന്നില്ലേ? അപ്പോഴൊന്നും മുസ്ലിം വലിയ വൻ ഭൂരിപക്ഷത്തിന് ഈ ശിർക്ക് വെടിപെട്ടിട്ടില്ലായിരുന്നു. എന്നാ പിന്നീട് ചരിത്രം വീണ്ടും പരിശോധിച്ചു നോക്കിയപ്പോൾ ഹിജറ 4-ാം നൂറ്റാണ്ടിന്റെ അവസ്ഥയിൽ ഹിജറ 4-ാം നൂറ്റാണ്ടിന്റെ അവസരത്തിൽ അതാ ഷിയാക്കൾക്ക് സ്വതന്ത്ര ഭരണം കിട്ടി തുടങ്ങിയപ്പോ അവർ ഖബർ കെട്ടിപ്പൊക്കൽ ഔദ്യോഗികമാക്കി. ശ്മശാനങ്ങളിൽ ഖബർ കെട്ടിപ്പൊക്കൽ, മഖ്ബറകളിൽ ഖബർ കെട്ടിപ്പൊക്കൽ അവർ ഔദ്യോഗികമാക്കി. അത് പിന്നീട് മറ്റുള്ളവരിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കൽ തുടങ്ങി. അങ്ങനെ ശിർക്ക് സമൂഹത്തിൽ വ്യാപിച്ചു. അവിടെയാണ് ആ ശിർക്കിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് പുറത്തു തരൂല എന്നാ പറഞ്ഞത്. പുറത്തു തരൂല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മാന? ഒരു മനുഷ്യൻ ജീവിതകാലത്ത് എന്ത് പാപം ചെയ്താലും അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ ശിർക്കടക്കം ഏത് പാപവും അല്ലാഹ് പുറത്തു കൊടുക്കും, സംശയമില്ല. ഒരാൾ ശിർക്ക് ചെയ്തു പോയവൻക്കൊന്നും അല്ലാഹ് തീരെ പുറത്തു കൊടുക്കൂല എന്നാണെങ്കിൽ പിന്നെ ഈ സഹാബികളായി അർത്ഥമില്ലല്ലോ. ഒരു സഹാബികളായി എന്ന് പറഞ്ഞാൽ എന്താ? അത് മുമ്പുള്ള ശിർക്കൊക്കെ അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന അർത്ഥം. അതുകൊണ്ട് ശിർക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അല്ലാഹ് അയാൾക്ക് ഇനി ഒരിക്കലും പുറത്തു കൊടുക്കൂല, അങ്ങനല്ല ആയത്തിന്റെ മാന.
പിന്നെയോ ആ ശിർക്ക് ചെയ്തുകൊണ്ട് അയാൾ മരണപ്പെട്ടാൽ പിന്നെ അല്ലാഹു അയാൾ തിരിഞ്ഞു നോക്കൂല. ശിർക്ക് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുത്ത ഹയാത്തിൽ തൗബ ചെയ്യാതെ അയാൾ മരണപ്പെട്ട പിന്നെ അല്ലാഹുവിന്റെ ഔദാര്യം അയാളെ സ്പർശിക്കൂല. പിന്നെ അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. പിന്നെ അവസരമില്ല. അയാളെ സംബന്ധിച്ച് നരകത്തിൽ അയാൾ കാലാകാലം നരകത്തിലാകുന്നു അയാളുടെ വാസസ്ഥലം. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. അഹ്ലി കിതാബ് പെട്ട കാഫിറുകൾ, അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട കാഫിറുകൾ ഉണ്ടല്ലോ, അവർ നരകത്തിലാണ്. ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതരായിരിക്കും. അതിന് രക്ഷയില്ല. അതുകൊണ്ട് ആ ശിർക്കിന്റെ ഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ശിർക്കിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക. ഞാൻ ഇതുവരെ പറഞ്ഞത് ശിർക്കിന്റെ ചരിത്രമാണ്, ആ ശിർക്കിന്റെ ഗൗരവമാണ്. ശിർക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ വിരുദ്ധമായ തൗഹീദിന്റെ പ്രാധാന്യമാണ്. സഹോദരന്മാരെ, ഇനി അടുത്ത മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് വിശദമായ ഒരു സംസാരം കൂടി നമുക്ക് കേൾക്കാനുണ്ട്. ആ സംസാരത്തിൽ എന്താണ് ശിർക്കെന്നും ശിർക്കിന്റെ ലോകത്ത് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചതിന്റെ അതിന്റെ ചരിത്രവും അതിന്റെ വിശദമായ ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമുള്ള സെഷനിൽ ഒരു സംസാരം കൂടി നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദ്യോത്തരവുമുണ്ട്. അതുകൊണ്ട് ശിർക്കിന്റെ വിഷയം എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം കാലം മുതലേ ഈ പ്രസ്ഥാനത്തിന്റെ നിങ്ങൾ ഇതാണ് കേൾക്കുന്നത്, നമ്മൾ ഇതാണ് കേൾക്കുന്നത് എന്ത് എന്നതിന്റെ ഒരു ഉത്തരമാണ് ഈ സംസാരത്തിൽ ഈ ഉള്ളവൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ശിർക്ക് വലിയ ഗൗരവമുള്ള പാപമാണ്. അതിന് വിരുദ്ധമായ തൗഹീദാണ് ഒന്നാമത്തെ കാര്യം. ആ വിഷയം നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.